കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പ്രകാരം നമ്മുടെ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള കാലവർഷമാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലും അതുപോലെ തന്നെ വെള്ളപ്പൊക്കവും ഒക്കെ എങ്ങനെയുള്ള ദുരന്തങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മളെ കഴിഞ്ഞ കാല അനുഭവങ്ങൾ വെച്ചിട്ട് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് രക്ഷാപ്രവർത്തകർക്കും അതുപോലെ തന്നെ പോലീസിനുമൊത്ത് എത്തിച്ചേരുവാനുള്ള പ്രയാസങ്ങൾ നേരിട്ട ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വാഹനങ്ങൾക്ക് എത്തിച്ചേരാൻ പ്രയാസം നേരിട്ട് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് അഥവാ ഉരുൾപൊട്ടലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വാഹനങ്ങൾക്ക് എത്തിച്ചേരുവാനുള്ള പ്രയാസം നേരിടുന്ന സ്ഥലങ്ങളിലേക്ക് ഏറ്റവും അനുയോജ്യമായത് ഓഫ് റോഡ് വാഹനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡ് ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്ത് ഉടനീളമുള്ള ഓഫ് റോഡ് വാഹനങ്ങളുടെ ഉടമകളുമായി മോട്ടോർ വാഹന വകുപ്പ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഓഫ് റോഡ് വാഹന ഉടമയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ബന്ധപ്പെടാനും കഴിയും. മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ലഭ്യമാകുമെന്നും അത്തരത്തിലുള്ള ഒരു പട്ടികയും അതുപോലെ തന്നെ ഏത് സമയത്തും വിളിച്ചാൽ തയ്യാറാണ്, അതേപോലെ തന്നെ വിളിച്ചാൽ ഞങ്ങൾ എത്തിച്ചേരും എന്ന് പറയുന്ന ആളുകളുമായിട്ടാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രളയകാലത്ത് ഒരുപാട് ഓഫ് റോഡ് വാഹനങ്ങൾ നമ്മുടെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത് നമ്മൾ കണ്ടതാണ്. നമ്മൾ TV-യിലൂടെയും അല്ലാതെ നേരിട്ടുമൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഓഫ് റോഡ് വാഹനങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തവണയും അതുപോലെ തന്നെ ഇത്തവണ മാത്രമല്ല നമ്മൾ എല്ലാ കാലത്തും ഓഫ് റോഡ് വാഹനങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് പോലും ഈ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എന്നാലും നമുക്ക് ഒക്കെ ചില പരാതികളുണ്ട്. ഈ കസ്റ്റമൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പരാതികളും പരിഭവങ്ങളൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ ഉണ്ടായിരുന്നാലും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പോലീസുമായി ദുരന്ത മുഖങ്ങളിൽ പോലീസുമായി സഹകരിച്ച് അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന കാഴ്ചകൾ നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത്തരം സാഹചര്യങ്ങളിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ സ്വമേധയാ പോകണമെന്നാണ് നമ്മളുടെയൊക്കെ ആഗ്രഹം. ആവശ്യം വരുമ്പോൾ ഓഫ് റോഡർമാർ വേണം, അതേപോലെ തന്നെ ഓഫ് റോഡ് വാഹനങ്ങൾ വേണം. അല്ലാത്തപ്പോഴൊക്കെ നമ്മളെ പെറ്റിയടിക്കാനല്ലേ അങ്ങനെയുള്ള ചിന്തകളൊന്നും ആരുടെയും മനസ്സിൽ വെക്കാൻ പാടില്ല. കാരണം ഇത്തരം ദുരന്തങ്ങളിലൊക്കെ നമ്മൾ കയ്യും മെയ്യും മറന്നിട്ട് ഇറങ്ങുക തന്നെ ആണ് വേണ്ടത്. നമ്മൾ കഴിഞ്ഞ കാലത്ത് നമ്മളെ കടലിന്റെ മക്കളൊക്കെ നമ്മൾ ഒരുപാട് സഹായിച്ച കാര്യങ്ങളൊന്നും നമ്മൾ ഇതുവരെ മറന്നിട്ടില്ല, നമ്മൾ ഒരിക്കലും മറക്കുകയുമില്ല. അത്തരത്തിലുള്ള അതേ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മളെ ഓഫ് റോഡർമാർ സഹായിച്ചത്, നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ആംബുലൻസുകളാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം 500ഓളം ആംബുലൻസുകൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ജില്ലകളിൽ 200ഓളം ആംബുലൻസുകൾ അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും കോഴിക്കോട് ജില്ല ഇതുപോലുള്ള മലപ്പുറം അങ്ങനെയുള്ള ജില്ലകൾ ഒഴികെ വയനാട്, ഇടുക്കി എന്നിങ്ങനെ പോലുള്ള ജില്ലകളിലൊക്കെ വാഹനങ്ങൾ കുറവാണ്. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് മറ്റുള്ള ജില്ലകളിൽ നിന്നുള്ള വാഹനങ്ങൾ എത്തിക്കാനുള്ള നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. JCB, മണ്ണുമാന്തി യന്ത്രങ്ങൾ, അതുപോലെ തന്നെ ക്രെയിനുകൾ, അതുപോലെ തന്നെ ജനറേറ്ററുകൾ, ഇങ്ങനെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇത്തരം സാഹചര്യങ്ങളിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. കുടിവെള്ള ടാങ്കറുകൾ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ലിസ്റ്റുകളും തയ്യാറാക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഈ ഓഫ് റോഡ് ഇതിൽ സന്നദ്ധരായിട്ടുള്ള വരുന്ന ഓഫ് റോഡ് വാഹന ഉടമകളോടും അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കുന്ന ഡ്രൈവർമാരോടും പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഒരു ലിസ്റ്റിലേക്ക് ഓഫ് റോഡ് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡ്രൈവർമാരെയും ആവശ്യമായി വരുന്നുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്കും സ്വമേധയാ മോട്ടോർ വാഹന വകുപ്പുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഓഫ് റോഡ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഈ കല്ലിലും ചെളിയിലൊക്കെ കുടുങ്ങിപ്പോകാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അത്തരം കാര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുവാനുള്ള തൂമ്പകളും അതുപോലെ തന്നെ പിക്കാസ്, അങ്ങനെയുള്ള കയറുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കരുതുക തന്നെ വേണം. ഇതൊന്നും ഓഫ് റോഡർമാരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, അവർക്ക് ഇതൊക്കെ സാധാരണമാണ്, അവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, നിങ്ങളുടെ സുരക്ഷയെ കരുതി മറ്റൊരു കാര്യം കൂടിയും പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സ്റ്റിയറിംഗ് സ്പോക്കിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. മുറുകെ പിടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് പെട്ടെന്ന് റിവേഴ്സ് തിരിഞ്ഞിട്ട് കൈ ഉള്ളിൽ കുടുങ്ങാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എന്നാലും നമ്മളുടെ ഒരു മുന്നറിയിപ്പ് എന്നുള്ള നിലയ്ക്ക്, നിങ്ങളോട് അവയർനെസ് എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ മുന്നേ കരുതിക്കൊണ്ട് മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവനും അതുപോലെ തന്നെ മറ്റുള്ള മൃഗജാലങ്ങളുടെ ജീവനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് തന്നെയായാലും കൈയും മെയ്യും മറന്ന് ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. എത്രയും പെട്ടെന്ന് ജില്ലാ ദുരന്ത നിവാരണ സേനയും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പുമായിട്ടൊക്കെ നിങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിക്കുക.